നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ ഒക്ടോബർ മാസം 7-ാം തീയതി തിങ്കളാഴ്ച സിദ്ധയോഗം, നവരാത്രി 5-ാം നാൾ. മഹാലക്ഷ്മി പൂജ ചെയ്യുക. ചുവന്ന താമരപ്പൂവ് മഹാലക്ഷ്മിയുടെ പടത്തിന് മുന്നിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ മഹാലക്ഷ്മി തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരും എന്നതാണ് നാളത്തെ വിശേഷം. നാളെ മഹാലക്ഷ്മി പൂജ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ പടമുണ്ടെങ്കിൽ ആ പടത്തിന് മുന്നിൽ ഒരു താമരപ്പൂവ്, ചുവന്ന താമരപ്പൂവ് വെച്ചതിനു ശേഷം പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്നതായി കാണുവാൻ സാധിക്കും. ഇരട്ട ഭാഗ്യവുമായി നാളെ കുറച്ച് നക്ഷത്രജാതകർക്ക് ഒരു പുനർജന്മമുണ്ടാകും. ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി ഇവരുടെ നല്ല കാലമാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ 7 നക്ഷത്രജാതകർ എത്തും തീർച്ചയാണ്. മഹാലക്ഷ്മിയുടെ പടത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഒരു താമരപ്പൂവ് അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. നാളെ നവരാത്രിയുടെ 5-ാം ദിനം. നാളെ മുതൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, വെറുതെ ഒരു ലോട്ടറി പോലും എടുത്താൽ അത് അടിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ, ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് ഇനി ഇരട്ട ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ഉറപ്പായും. ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അതിസമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, തിരുമേനി ഇത് പലപ്പോഴുമൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും നടക്കാതെ പോകുന്നു. നമുക്ക് ചില ദോഷങ്ങളുണ്ടെങ്കിൽ, ചില ദൃഷ്ടിദോഷങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും ഒരു പുരോഗതി വന്നു ചേരില്ല. ജാതകത്തിൽ രാജയോഗമുണ്ടാകും. രക്ഷപ്പെടാനുള്ള എല്ലാ യോഗങ്ങളും, എല്ലാ വാതിലുകളുമൊക്കെ തുറന്നു കിടക്കും. പക്ഷേ എന്തുകൊണ്ടോ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൃഷ്ടിദോഷങ്ങൾ. ദൃഷ്ടിദോഷമൊക്കെ സംഭവിക്കുകയാണ് എങ്കിൽ നമുക്കൊരു ഉയർച്ചയും വന്നു ചേരില്ല. അതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായി അറിയാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന ആ 7 നക്ഷത്രജാതകരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അതുപോലെ തന്നെ ദൃഷ്ടിദോഷത്തിനൊക്കെ ഇവർ ചെയ്യേണ്ട, ഈ നവരാത്രി ദിനത്തിൽ ഇവർ ചെയ്തു പോകേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ നിങ്ങൾ മുടക്കമില്ലാതെ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് ഇനിയുള്ള സമയങ്ങൾ. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന ആ ഭാഗ്യ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മ മഹാമായിയുടെ, പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനിയുള്ള ദിനം അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിനം തന്നെയായിരിക്കും. നിങ്ങളുടെ സകല കഷ്ടപ്പാടും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും, ഉറപ്പാണ്. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, ഞാനൊരു അശ്വതി നക്ഷത്രം തന്നെയാണ്, പക്ഷേ എനിക്ക് വലിയ നേട്ടങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്ന്.
തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. ഉറപ്പിച്ചു പറയാം, മേടൻ രാശിയിലെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാത്തത്? അതിന് കാരണം നമ്മൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു. ജ്യോതിഷപ്രകാരം ഇനിയുള്ള കാലം ഒരുപാട് സമൃദ്ധി, സന്തോഷം ജീവിതത്തിൽ വന്നു ചേരാൻ ഇവർക്ക് യോഗമുണ്ട്. ഇവർക്കതിനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന പ്രധാന വ്യക്തി നമ്മൾ തന്നെയായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ക്ഷേത്രദർശനം നടത്തുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, ജ്യോതിഷൻ്റെ അരികെ പോകുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. എന്താണ് കാരണം? ചില ദൃഷ്ടിദോഷങ്ങൾ നമ്മളിലുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്കൊരു മാറ്റമുണ്ടാകില്ല. അതിന് ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചില ദൃഷ്ടിദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു പുറത്തു പോകുന്നു, നന്നായി വസ്ത്രം ധരിക്കുന്നു, പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു എനർജി നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാനസികമായ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. കണ്ണീർ ദോഷം, ആഭിചാര ദോഷം, കൂടോത്രം, ഇങ്ങനെ പല രീതിയിലും പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിനെയൊക്കെ മാറ്റിമറിക്കുവാൻ ചില നിസ്സാര കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിലൊന്നാണ് ഒരു ചെറുനാരങ്ങ എടുക്കുക. വലിയ പൈസയൊന്നുമില്ലല്ലോ. 1 രൂപ അല്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ 5 രൂപ. 5 രൂപയാകും ഒരു നാരങ്ങയ്ക്ക്. ഈ 5 രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ ഭദ്രമാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരുപാട് ബിസിനസ് നടക്കുന്ന രീതിയിലാക്കാൻ സാധിക്കും. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഒരു നാരങ്ങ വാങ്ങുക, അതിനുശേഷം ഇത് 2 മുറിക്കുക. 2 മുറിച്ചതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അതല്ലെങ്കിൽ കുങ്കുമം, ചുവന്ന കുങ്കുമം, അതല്ലെങ്കിൽ പച്ചക്കർപ്പൂരം, ഇവയിലേതെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് പ്രധാന വാതിലിന് മുന്നിൽ തന്നെ ഇത് 2 ഭാഗത്തായിട്ടൊന്ന് വെച്ചു നോക്കേ. ഒരു 7 ദിവസത്തിനകം നിങ്ങൾക്കൊരു അത്ഭുതം നടക്കുന്നതായി കാണുവാൻ സാധിക്കും. വളരെ നിസ്സാരമല്ലേ? അത് നിങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റിൽ വെക്കാവുന്നതുമാണ്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഒരുപാട് ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഇതൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്കൊക്കെയും രക്ഷപ്പെടാൻ സാധിക്കും. ഇത് എല്ലാ നക്ഷത്ര ജാതകർക്കും ചെയ്യാവുന്ന കാര്യമാണ്. 2ാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണിക്കും ഇത് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച നൽകുന്ന സമയമാണ്. ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഭരണി നക്ഷത്ര ജാതകർ എത്തും. വിദേശ യോഗമൊക്കെ ഉണ്ട്. വിദേശ രാജ്യത്തൊക്കെ പോകുവാനും അവിടെ നല്ല നിലയിലെത്തുവാനും ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഭരണി നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ നല്ല സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്തൊക്കെ പോകാൻ സാധിക്കും. അവിടെ നല്ല നിലയിലെത്തുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടും. ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ തന്നെയായിരിക്കും ഈ 7 ദിവസവും നിങ്ങളെ സംബന്ധിച്ച്. അടുത്ത 3ാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ മക്കൾ വഴി വലിയൊരു ഉയർച്ച ഇവർക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പിണങ്ങി നിന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തുകൂടും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. വിദേശ യോഗം വന്നു ചേരും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് വിദേശ രാജ്യത്ത് പോകുവാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനും കഴിയുന്ന സമയമാണ്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് തിരുവാതിര നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. വിദേശ യോഗമുണ്ട്. ശത്രുനാശങ്ങൾ ഉണ്ടാകും. ശത്രു മിത്രമാകും.
ശത്രുവിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ മാറിക്കിട്ടും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. ക്ഷേത്രദർശനം നടത്തണം. ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് തിരുവാതിര നക്ഷത്ര ജാതകർ 1 രൂപയുടെ ഒരു നാണയം എടുക്കുക. അത് തലയ്ക്കൊരു 7 പ്രാവശ്യം ഒന്ന് ഒഴിയുക. അതിനുശേഷം അടുത്തുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ മതാചാരപ്രകാരം വിശ്വസിക്കുന്ന എവിടെയാണെങ്കിലും ആ ആരാധനാലയത്തിൻ്റെ വഞ്ചിയിൽ ഇതൊന്നിട്ടേക്കുക. ശത്രുദോഷം മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ അകലും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നാളെ നവരാത്രിയുടെ 5-ാം ദിനമാണ്. മഹാലക്ഷ്മി പൂജ ചെയ്യുക. ചുവന്ന താമരപ്പൂവ് മഹാലക്ഷ്മിയുടെ പടത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ദുരിതങ്ങൾ മാറിക്കിട്ടും, ദുഃഖങ്ങൾ ഒഴിയും. കരുതിയിരിക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാതെ നല്ലതായിരിക്കും. ഇതൊക്കെ മതി വഴിപാടുകൾ. ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരും. നല്ല പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റുക. അടുത്ത നക്ഷത്രം അത്തമാണ്. ഇത്രയധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ പറയൂ. കാരണം അത്തത്തിന് ഭാഗ്യമാണ്, അത്തത്തിന് ഉയർച്ചയാണ്, അത്തത്തിന് സമ്പൽ സമൃദ്ധിയാണ്. ഇനിയുള്ള നാളുകൾ അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. അത്തം നക്ഷത്ര ജാതകരും ഈ പറഞ്ഞതുപോലെ ഒരു നാരങ്ങ എടുത്ത് 2ആയി കീറിയതിന് ശേഷം അതിൽ പച്ചക്കർപ്പൂരം തേച്ചു പിടിപ്പിച്ച് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ 2 ഭാഗത്തായിട്ട് വയ്ക്കുക. എല്ലാ നെഗറ്റീവ് എനർജിയും മാറിക്കിട്ടി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതിക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. മക്കൾ വഴി ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അമ്പലത്തിൽ പോവുക, വഴിപാടുകൾ കഴിപ്പിക്കുക. സമയമില്ല എന്ന് പറഞ്ഞ് ആ വഴിപാട്, ആ പ്രസാദം നിങ്ങൾ വാങ്ങാതെ പോകരുത്. ആ പ്രസാദം വാങ്ങുക. നിങ്ങൾക്ക് അർച്ചന നടത്താൻ, രസീത് എഴുതാൻ നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ ആ പ്രസാദം കൂടി വാങ്ങിച്ചിട്ട് പോവുക ക്ഷേത്രത്തിൽ നിന്ന്. അത്തത്തിന് ഭാഗ്യമാണ്, അത്തത്തിന് ഉയർച്ചയാണ്. അത്തത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കും. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ കഴിവുള്ള വ്യക്തികളാണ്. തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള ഒരു വൈഭവം നിങ്ങൾക്കുണ്ട്. ആദർശവും പ്രായോഗിക നിലപാടും ഒത്തുചേർന്നാൽ വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, ധർമ്മസ്ഥാപനങ്ങളുമായി ഇവയുമായി നിത്യബന്ധം പുലർത്തുന്നവരാണ് നിങ്ങൾ. അത്രയേറെ ദയാശീലരാണ് നിങ്ങൾ അത്രയേറെ നല്ല മനസ്സിനുടമകളാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിനം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഇവർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഭാഗ്യ നമ്പർ 3, 12, 21, 30 ഒക്കെ ഇവർ തിരഞ്ഞെടുക്കുക. ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകും. ഒരുപാട് നേട്ടത്തിലേക്കും വലിയ സമൃദ്ധിയിലേക്കും ഇവരെത്തും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്ര ജാതകർക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അനുകൂലമായ സാഹചര്യങ്ങൾ യുക്തിപൂർവം കൈകാര്യം ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങും. കാരണം സുഹൃത്തുക്കൾ ഉള്ളവരാണ് നിങ്ങൾ. ധാരാളിത്വവും ആഡംബരവും ജീവിതത്തിൽ നിയന്ത്രിക്കാൻ ശീലിക്കണം. ജീവിതത്തിൽ അസാധാരണമായ അനുഭവമുള്ളവരാണിവർ. എല്ലാ അർത്ഥത്തിലും ഭാഗ്യം കൂടെയുണ്ടെങ്കിലും വഴിവിട്ട ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ആപത്താണ് നിങ്ങളെ സംബന്ധിച്ച്. മനസ്സിലാക്കി മുന്നോട്ട് പോവുക, ക്ഷേത്രദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകൾ ഭാഗ്യത്തിൻ്റെതാണ്, ഉയർച്ചയുടെ തന്നെയാണ്. അടുത്ത നക്ഷത്രം പൂരാടൻ നക്ഷത്രമാണ്. പൂരാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും. 33-35 വയസ്സാകുമ്പോൾ സ്ഥിതിഗതികൾ മെച്ചപ്പെടും. ആവർത്തിച്ചു വരാവുന്ന വ്യക്തിപരമായ ദുഃഖങ്ങൾ ജീവിതത്തെ ബാധിക്കാത്ത വിധം ഇച്ഛാശക്തിയും കരുത്തും വളർത്തിയെടുക്കണം. ലക്ഷ്യബോധവും മഹത്വാകാംക്ഷയും കൈവടിയാതെ നോക്കണം. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഭാഗ്യമാണ് പ്രതിസന്ധികളെ മറികടക്കുക, ജീവിതത്തിൽ ഉയരുക, പ്രാർത്ഥന നടത്തുക, വഴിപാടുകൾ നടത്തുക, ദാനധർമ്മങ്ങൾ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇനി നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അതീവ നേട്ടത്തിൻ്റെയും സമയമാണ്. നല്ലതുകൾ മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഉറപ്പ്. ചുവന്ന താമരപ്പൂവ് മഹാലക്ഷ്മിയുടെ പടത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണേ നാളെ.